ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ, എന്നെ അച്ഛാന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ ഇതിനെ തല്ലിക്കൊന്ന് ഞാൻ എന്നേ ജയിലിൽ കയറിയത്. പിന്നെ തെളിവുകൾ, എത്ര പ്രതിഫലം, ഏതെല്ലാം ജോലികൾ ചെയ്യും, ബ്രോക്കറുടെ ഡീറ്റെയിൽ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രനാസുന പേര് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണ്. ക്ഷമിക്കുക ആരാധകരെ, ക്ഷമിക്കുക. രനാസുനയുടെ ആരാധകരെ ക്ഷമിക്കുക. എനിക്ക് ചിരിയാണ്, എനിക്കൊരു തമാശയാണ്, എനിക്കൊരു കോമാളിയായിട്ടേ തോന്നാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോ രനാസുനക്കെതിരായിട്ട് പേരൊന്നും പറയാതെ നമ്മുടെ ശാന്തിവിള ദിനേശ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് രനാസുനയുടെ ശാന്തിവിള അപ്പൂപ്പ ചുണയുണ്ടെങ്കിൽ കാണിക്കട, ഞാൻ അവിടെ തുണി അഴിച്ച് ആടുന്നത് നിന്റെ ഉണ്ടെങ്കിൽ കാണിക്കട എന്നൊക്കെ പറഞ്ഞപ്പോ വെല്ലുവിളിയൊക്കെ പറഞ്ഞു. അന്നേ ഞാൻ പറഞ്ഞു ലങ്ങേരി മുക്കിയാറ് അണ്ണാക്കിലടിച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് ദിവസം കൊണ്ട് കാണാനായിരുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോഴേ 1-2 വീഡിയോസ് കണ്ടു. അതിൽ നല്ല രീതിയിൽ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ശാന്തിവിള അപ്പൂപ്പൻ നമ്മുടെ ചെറുമകൾക്ക് നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ശാന്തിവിള അപ്പൂപ്പനെ നമ്മുടെ ചെറുമകളായ വെറും 34 വയസ്സുള്ളവളെ തൈക്കളവി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ശാന്തിവിള അപ്പൂപ്പൻ. വളരെ വളരെ മോശമായി പോയി. അതിന് കൊടുത്ത മറുപടി ആദ്യം കേട്ടിട്ട് ഇപ്പം അപ്പൂപ്പൻ, ശാന്തിവിള അപ്പൂപ്പൻ നമ്മുടെ ചെറുമകൾക്ക് കൊടുത്ത മറുപടിയും കൂടി നമുക്ക് കേൾക്കാം. നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ. താൻ എടോ, എനിക്ക് 34 വയസ്സേ ഉള്ളൂ. താൻ എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്. ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടണം. അപ്പോ ഇതാണ് ശാന്തിവിളയ്ക്ക് നമ്മുടെ രനാസുന കൊടുത്ത മറുപടി. ഇതിന് മറുപടിയായിട്ട് ഇന്ന് നമ്മുടെ ശാന്തിവിള അപ്പൂപ്പൻ വന്നൊരു മറുപടി കിടക്കുന്നുണ്ട്. ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. ഒരു അവതാരക പെണ്ണും ഒരു ഉർവശി നടിയും ഗൾഫിൽ കാട്ടിക്കൂട്ടുന്ന വിക്രികൾ നമ്മൾ കഴിഞ്ഞ വാരഫലത്തിൽ പറഞ്ഞിരുന്നു. ഉർവശി നടി ചാടിയങ്ങിറങ്ങി. തേങ്ങ മോഷ്ടിച്ചവൻ്റെ തലയിൽ ചകിരി കാണുമെന്നൊരു ചായക്കടയിൽ ഇരുന്ന ഒരാൾ പറഞ്ഞപ്പോൾ ഈ മോഷ്ടിച്ചവൻ പതുക്കെ എൻ്റെ തലയിലുണ്ടോ എന്ന് തപ്പിയതുപോലെ എന്താ പറയുക, ഇത് ഞാനാണ് എന്നാണ് അവർ പറയുന്നത്. അവരെയാണ് പറഞ്ഞതെന്നാണ് പറയണത്. അവതാരക കാട്ടിക്കൂട്ട അത് കറക്റ്റ് ആണ് കേട്ടോ. ഈ ശാന്തിവിള അപ്പൂപ്പൻ സത്യം പറഞ്ഞ ആരുടെയും പേര് പറഞ്ഞില്ല. പക്ഷെ തുപ്പി കാണിച്ചു കൊടുത്തു. തുപ്പി കാണിച്ചു തരാൻ പേര് പറയില്ല എന്ന്. പക്ഷെ നമ്മുടെ രനാസുന ഇത് ഞാൻ തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രനാസുന രംഗത്ത് വന്നത്. ഓക്കെ, ബാക്കി ഉടുതുണി പറിച്ചെറിയൽ കഥ പോലും ഇത് എന്നെ തന്നെയാണ് പറയുന്നതെന്ന് ഉർവശി നടി അറഞ്ചം പുറഞ്ചം എന്നെ ശകാരിച്ചുകൊണ്ട് പറയുന്നു. മറുപടി പറയണ്ട, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത്. എന്നെ അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. ദിനേശ്, ശാന്തിവിള ദിനേശ് അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കുറേ തെറികളും. അപ്പൂപ്പനാകുന്നത് മോശം കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇവൾക്ക് അപ്പൂപ്പൻ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, 2.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അപ്പൂപ്പനെന്നോ അച്ചാച്ചനെന്നോ പറയാവുന്ന ആളാണ്. ഇതൊന്നും ഒരു രഹസ്യമല്ലല്ലോ. അതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒന്നുമില്ലെങ്കിലും ഞാനൊരു അപ്പൂപ്പനായില്ലേ അല്ലെങ്കിൽ അച്ചാച്ചനായില്ലേ എന്നാണ് സത്യമായിട്ടും എൻ്റെ മനസ്സിലുള്ളത്. ഭാഗ്യത്തിന് ഈ പെണ്ണുപിള്ള എന്നെ അച്ഛനെന്നോ മാമാന്നോ വിളിക്കാത്ത ഭാഗ്യമായി. ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ, എന്നെ അച്ഛാന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ ഇതിനെ തല്ലിക്കൊന്ന് ഞാൻ എന്നേ ജയിലിൽ കയറിയത്. പിന്നെ മാമൻ പട്ടിണി കിടന്നാൽ പോലും മാമാപ്പണി ചെയ്ത് ജീവിക്കില്ല അഭിമാനമുള്ളവർ. അതിനാൽ തന്നെ മാമാന്ന അച്ഛാന്നോ വിളിക്കാതെ അപ്പൂപ്പ എന്ന് വിളിച്ചതിൽ എനിക്ക് ഈ കുട്ടിയോട് സന്തോഷമേ ഉള്ളൂ. അപ്പോ മാമാന്നോ അച്ഛാന്നോ വിളിക്കാതെ എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൂപ്പനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് 2.5 വയസ്സുള്ള ഒരു ചെറുമകൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്നെ അതാ പക്ഷേ ഇവളെ അച്ഛാന്നാട്ട വിളിച്ചിരുന്നെങ്കിൽ, ഞാൻ അവളെ അച്ഛനായിരുന്നു എങ്കിൽ ഞാൻ അവളെ അപ്പഴേ അടിച്ചു കൊന്ന് കെട്ടിലിട്ടേനെ എന്നാണ് നമ്മുടെ ശാന്തിവിള ദിനേശ് പറയുന്നത്. പിന്നെ മാമാന്ന് വിളിച്ചത് എനിക്ക് മാമാപ്പണി ഇല്ല. അപ്പൊ ആർക്കാണ് മാമാപ്പണി ഉള്ളത് എന്ന് പറഞ്ഞത്? അപ്പൊ ഇതാണ് പറഞ്ഞത്, എന്തായാലും നീ അപ്പൂപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് വളരെ വളരെ ബഹുമാനവും അഭിമാനവും ഉണ്ട്. എന്നെ അച്ഛാന്നോ മാമാന്നോ വിളിച്ചില്ലല്ലോ എന്നാണ് നമ്മുടെ ശാന്തിവിള ദിനേശ് പറയുന്നത്. ബാക്കി എന്നോടാണ് തെളിവുകൾ ചോദിക്കുന്നത്. തെളിവുകൾ, എത്ര പ്രതിഫലം, ഏതെല്ലാം ജോലികൾ ചെയ്യും, ബ്രോക്കറുടെ ഡീറ്റെയിൽ എല്ലാം എത്തിക്കാമെന്ന് വഞ്ചിക്കപ്പെട്ട ഈ ഗൾഫ് വാസികൾ തന്നെ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത്. അപ്പോ അതായത് തെളിവുകളാണ് ചോദിക്കുന്നത്. പുള്ളി പറയുന്നത് വഞ്ചിക്കപ്പെട്ട ഗൾഫ് വാസികൾ, പ്രവാസികൾ അല്ലേ, വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത്.
എത്ര പ്രതിഫലം, എത്ര രൂപയാണ് വാങ്ങുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, മനസ്സിലായോ? ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് പുള്ളി അവിടെ തുണി അവത്തിട്ട് ആടും എന്ന് പറഞ്ഞത് മുമ്പത്തെ ഏതോ ഒരു അവതാരിക പറ്റിയാണ് പറയുന്നത്. അത് ഞാനാണ്, എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടാണ് രണാസന വന്നിരിക്കുന്നത്. അതാണ് ഈ പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ അവിടെ ചെന്ന് നടത്തുന്ന പ്രോഗ്രാമിന് എത്ര പ്രതിഫലമാണ് വാങ്ങുന്നത്, ആ പ്രതിഫലം വാങ്ങുമ്പോൾ എന്തൊക്കെ ജോലികൾ ചെയ്യും, എന്തൊക്കെ ജോലികൾ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഡീറ്റെയിൽ ആണ് എൻ്റെ ഉള്ളത്. അത് ഞാൻ പുറത്തു വിടുമെന്നാണ് പുള്ളി പറയുന്നത്. അത് കിട്ടിയാൽ ഞാൻ പറയാം. എൻ്റെ തെളിവ് കിട്ടിയാലേ എനിക്ക് പറയാൻ പറ്റും. എല്ലാം പറയാം. എനിക്ക് ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞു തന്നു. പക്ഷെ അതുപോലെ എനിക്ക് എൻ്റെ തെളിവുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനാവശ്യമായി കഥകൾ ഉണ്ടാക്കി ഒന്നും പറയാറില്ല. ഇവിടുത്തെ യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ കള്ളക്കഥകളല്ലേ ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെ പറയാറില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല എന്ന് ബാധിക്കുന്ന ആളാണ് ഞാൻ. കാൾ ഡസൻ കല്യാണം കഴിഞ്ഞ ഒരു വധവൽ പെണ്ണ് കയ്യും വീശി വിമാനത്തിൽ കയറി പോകുന്നു. സമ്മാനങ്ങളുമായി തിരിച്ചു വന്ന് ഇറങ്ങുന്നുവെങ്കിൽ ഇവൾ ആര്, ഐശ്വര്യ റോയ് ആണോ എന്ന് അല്ലെങ്കിൽ മഞ്ജു വാര്യരാണോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. കോമൺ സെൻസ് ഉള്ളവനാണ് ചിന്തിക്കുക. അങ്ങോട്ടൊരു ഉണക്ക ബാഗും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പറഞ്ഞത് കുറേ പെട്ടികളൊക്കെ ആയിട്ടാണ്. മനസ്സിലായില്ലേ? കണ്ടവനെ കൊണ്ട് യാചിച്ച് തെണ്ടി പറക്കി വീടും മതിലുമൊക്കെ കെട്ടി ജീവിച്ചിരുന്ന ഈ വധവല് ഇപ്പൊ പറയാണ്, നിനക്ക് എത്ര വയസ്സാടാ? മോനോടൊക്കെ 3. നിനക്കൊരു കാറ്. നിനക്കാ? മറ്റേ വേറൊരു തള്ളക്കുണ്ടായി ചെറുക്കണ്ടല്ലോ, കാള പോലത്തെ ചെറുക്കൻ. എനിക്ക് 18. നിനക്കൊരു കാറ്. തന്ത അപ്പം ചൊറിഞ്ഞു അടയ്ക്കുന്നത്. അടുത്താണ് വാങ്ങിച്ചത്. അടുത്ത ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. ഇത് എവിടെ നിന്ന് കിട്ടണേ കാശി? എവിടെ നിന്ന് കിട്ടണേ? ബ്രൂണോ ഒരു വകവല് പെണ്ണ്. വകവല് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രം ഭാഷയിൽ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒന്നിനെ കൊല്ലാത്ത ഒരു പൂർവ്വ സാധനം എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ് ഈ വകവല് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി പുള്ളി പറയുന്നുണ്ട്, ഈ പറയുന്ന ഒരു കാറ് വാങ്ങിച്ചു. ഒരു കാറ് വാങ്ങിച്ചതൊന്നും തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് നമ്മുടെ എന്താണ് പറയുന്നത്, ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പിന്നീട് ഉയരുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള സ്കൂട്ടറിൽ നിന്ന് കാറ് പിന്നെ കൂടി അതൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയായിട്ട്. പിന്നെ പുള്ളി പറയുന്നുണ്ട് ഇളയ മോനൊന്ന്, പിന്നീട് മൂത്ത മോനൊന്ന്, കിളവനൊന്ന്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പുള്ളി ഒന്ന് പൊലിപ്പിച്ച് പറയുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ കാറ് വാങ്ങിച്ചത് വലിയ പുള്ളി ഈ കാറൊക്കെ വാങ്ങാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നത്. ഒരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഗൾഫിൽ പോയി ഈ പറയുന്ന വേണ്ടാത്തതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായി? ഒരു കാറ് കൂടി പോയ ഒരു 5-6 ലക്ഷം രൂപ അത് ഇവിടെയുള്ള ഈ ആട്ടോ ഒക്കെ മതിയാകും എന്നുള്ളതാണ്. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കി രാജകുമാരന്റെ ചെറുപോളതും അല്ലല്ലോ. എനിക്ക് ആ ഡീറ്റെയിലുകളൊക്കെ കിട്ടിക്കോട്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി കഥകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷേ നമ്മുടെ ചാനലിൽ എങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിക്കുക. ഇല്ലെങ്കിൽ എനിക്ക് വേറെ ചാനലുകളുണ്ടല്ലോ. ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവർക്കെങ്കിലും ഈ തെളിവുകൾ കൊടുക്കാം. വരട്ടെ. അഹങ്കരിക്കുന്നത് ആപത്താണ് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. എന്നെ പോരന് വിളിക്കാനൊന്നും ഈ ജമ്മ ഈ പെങ്കൊച്ചിന് ഈ വധവൽ പെണ്ണിനായിട്ട് ആവില്ല. കാരണം അന്തസ്സായി ജീവിക്കുന്നവനാണ് ഞാൻ. ഉപ്പും പിളിയും ചോറേ ഉള്ളെങ്കിലും അന്തസ്സായി ജീവിക്കുന്ന, വാടക വീട്ടിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഗൾഫിൽ സ്ഥിരമായി പോയി ബാർ ഡാൻസ്, തേങ്ങ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് വഴിവിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ എന്നെ വെല്ലുവിളിക്കുകയാണ്. കാണിടാ വിഷ്വലെന്ന്. ഞാൻ ഇതിൻ്റെ വിഷ്വലല്ല പറഞ്ഞത്. ഞാൻ കണ്ട വിഷ്വൽ ഇതിൻ്റെ അല്ല. ഒരു അവതാരകയാണ്. ആഴ്ച പിമ്പിരിയായപ്പോൾ എല്ലാം ഊരി പറിച്ചെറിഞ്ഞു. കൂടെ ഇരിക്കുന്നവരെല്ലാം കൂടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരുത്തം ഒളിച്ചിരുന്നു ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തു. ആ വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതിനെ എവളും ഏറ്റെടുത്തു. കാരണം ഇവളും ബാറിലൊക്കെ ചെന്ന് തളകുത്തി മറിയല്ലേ. അത് വല്ലതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരെ ചൊവ്വയ്ക്ക് ഇരിക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ വധവലിനെയൊക്കെ മറുപടി പറയേണ്ടി വരുന്നതാണ് എൻ്റെ ഗതികേട്. ബോഡി ഷേമിങ് ശരിയല്ല കേട്ടോ ശാന്തിവള ദിനേശ്. ബോഡി ഷേമിങ് ശരിയല്ല, വളരെ മോശം. വകവല് പെണ്ണെന്ന് പറഞ്ഞു മോശം. ഒന്നും ഇല്ല എന്ന് പറയുന്നത് ബോഡിയിൽ എന്തെങ്കിലും ഉണ്ട്. എന്തിനാ ഉള്ളവർക്ക് കാണിക്കാൻ പറ്റത്തില്ല? അങ്ങനെയൊന്നുമില്ല, ഉള്ളതൊക്കെ കാണിക്കുക. എന്റെ വയറ് നല്ലതെന്നാണല്ലേ രണാസുനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ രണാസുനെ വയറിന്റെ ആരാധകമാണ് ഈ ഒരു ലോഡാണ്. വയറ് കാണിച്ചാൽ അപ്പൊ മില്യനാണ് അടിക്കുന്നത്. വൈറലാണ് വീഡിയോ. വയറെന്ന് വെച്ചാൽ വൈറലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നും ഇല്ലെന്നൊന്നും പറയരുത്. ബോഡി ഷേമിങ് നോ ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്റെ അടുത്ത് എന്നെ വെല്ലുവിളിക്കാൻ നീ ആയിട്ടില്ല എന്നാ പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഞാൻ അവിടെ കിടന്ന് തുണിയമത്തിട്ട് ആടിയ വീഡിയോ ഉള്ളത് നിന്റെ അല്ല, അത് മറ്റേ അവതാരകന്റെ വീഡിയോ ആണ്. അത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഈ പറയുന്ന അവിടെ പോകുന്നത്. മനസ്സിലായോ? ഈ പുള്ളി പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി പലർക്കും പിന്നീട് ക്യാഷ് നഷ്ടപ്പെട്ടു. ഇവർ വാങ്ങുന്ന പിന്നീട് പൈസ എന്തൊക്കെ ജോലിയാണ് അവിടെ ചെയ്യുന്നത്, എന്തൊക്കെ ജോലിയൊക്കെ ചെയ്യാനൊക്കെ അതിന്റെ ഒരു ഡീറ്റെയിൽ ഫോണിൽ കൂടി പറഞ്ഞു വന്നു. ഇനി അതിന്റെ പ്രൂഫ് കിട്ടുകയാണെങ്കിൽ ഞാൻ പുറത്തു വിടും എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ രണാസുനെ പഠിക്കാനുള്ള ഒരു പാഠം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പലതും ഉണ്ടാവും. മാന്യമായിട്ട് പോണേ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മൈൻഡ് ചെയ്തുകൊണ്ടാണ് അടുത്ത വരുന്നത്. അങ്ങനെയൊക്കെ വാശിയാവും. മനസ്സിലായോ? പിന്നെ ഇതെല്ലാം ഒരു പ്രൊമോഷനായിട്ട് കാണുന്നവർക്ക് പിന്നെ നമുക്ക് നെഗറ്റീവിലൂടെയാണ് നമ്മൾ വളർന്നു വന്നത്. എനിക്ക് നെഗറ്റിവിറ്റി തന്നെ വേണം, എങ്ങനെയെങ്കിലും ആരെങ്കിലും എന്നെ 2 തള്ളക്കെങ്കിലും വിളിച്ചാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ നടന്നു കഴിഞ്ഞാൽ
നടക്കുന്നവരടുത്തൊന്നും പറയാനില്ല. അവരിങ്ങനെ പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പുതിയ പുതിയ ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പുതിയ പുതിയ കണ്ടന്റുകൾ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അത് ഞാൻ നാറിയിട്ടാണെങ്കിൽ കൂടി പ്രശ്നമില്ല, എനിക്ക് പണം ഉണ്ടായാൽ മതി എന്നൊരു മൈൻഡ് സെറ്റാണ്. മനസ്സിലായോ? ഞാൻ എത്ര മാറിയാലും കുഴപ്പമില്ല, ഞാൻ എന്തു വേണോ ചെയ്യും. കണ്ടോ, അടിപൊളി സീനായിരുന്നു, ബെഡ്റൂം സീൻ ഭയങ്കര സീനായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എടുപ്പിക്കുന്നത് ഈ പറയുന്ന രണാസുര തന്നെയാണ്. 100% ഞാൻ എഴുതി തരാം. ഇത് പറഞ്ഞവള് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതുണ്ടെങ്കിലേ ഇത് ഓടത്തുള്ളൂ എന്ന് ഒരിടത്തല്ല, എവിടെയൊക്കെ ഷൂട്ടിംഗ് പോയിട്ടുണ്ട് അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എടുക്കണം, മനസ്സിലായോ? ഇങ്ങനെയുള്ള ഇന്റിമേറ്റ് സീൻ എടുക്കണം, എന്നാൽ മാത്രമേ ഓടുകയുള്ളൂ. എങ്കിൽ ഇത് അവൾക്കൊരു ഹരമാണ് ഇത് ചെയ്യുന്നത്. പൈസ ചില ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, പൈസ ഒന്നും വാങ്ങിച്ചിട്ടല്ല, എൻ്റെ ഒരു ഹരമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് പറയുമ്പോ അങ്ങനെയുള്ള അഹങ്കാരം കാണിക്കുമ്പോ ആണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ അവൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയുമ്പോ അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ഒരു രഹസ്യമായിട്ട് ഇത് പരസ്യമായി നമ്മൾ സംസാരിക്കുമെന്നുള്ളതാണ്. മനസ്സിലായോ? മാന്യമായിട്ട് ജീവിക്കണം. ഈ പറയുന്ന അഭിനയ മാന്യത അല്ല എന്നല്ല, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയുണ്ട്, മറ്റവൾ പറഞ്ഞല്ലോ, വാ എനിക്ക് അവിടെ അന്ന് വന്നാൽ മെമ്പർഷിപ്പ് അടച്ചു വാ, ഞാൻ എന്റെ മട്ടത് കാണിച്ചു തരാം എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഞാൻ അന്ന് അവിടെ എല്ലാം തുറന്ന് കാണിക്കും. അത് വേറെ ലെവലാണ്. മനസ്സിലാകും. ഇപ്പൊ തന്നെ യൂട്യൂബിലെന്തോ ഇപ്പൊ ഒരു ആക്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തുണി അമുക്കുന്നവർക്ക് ഒരു പണി വരുന്നുണ്ട്. ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ ചാനൽ ഉൾപ്പെടെ പോകുമെന്നുള്ളതാണ് ഇപ്പൊ ഞാനൊരു വാർത്ത കേട്ടായിരുന്നു. ഇങ്ങനെ പിന്നെ സന്ധ്യാസമയം കുറെ എണ്ണം അല്ല അവിടെ മൂടും മുലയൊക്കെ കാണിച്ചുകൊണ്ട് പൊക്കളൊക്കെ കാണിച്ചുകൊണ്ട് ഇത്രേ കാണിക്കുള്ളൂ, മറ്റേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും കൂടി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അവതാരങ്ങളുണ്ടല്ലോ ഇതുവഴി ജീവിക്കുന്ന. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും വെറുതെ ഇരുന്ന ലണ്ടന്റെ ലവണയൊക്കെ നീ ചുണ്ണാമ്പിട്ട് തേച്ച് ലാസ്റ്റ് അണ്ണാക്കി ഇതെങ്കിലും ഇനിയെങ്കിലും മര്യാദ ഇരുന്നാൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇങ്ങനെ വായിന്ന് വരുന്നത് നമ്മളെ താങ്ങൂല. അപ്പി ഇന്ന് താങ്ങൂല, പടപടേന അങ്ങനെ അടത്തിട്ട് തരും. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം മസ്താ കമന്റ് ചെയ്യാൻ കൊടുക്കണം. ശരി.